ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് മാത്സിൻ്റെ ചാപ്റ്റർ 7 ഇൻസൈഡ് നമ്പേഴ്സിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ലെറ്റ് us റൈറ്റ് സം മൾട്ടിപ്പിൾസ് ഓഫ് 1 to 10 ഇൻ ദിസ് ടേബിൾ. അതായത് നോക്കിക്കേ, താഴെ ഒരു ടേബിൾ കൊടുത്തേക്കുന്നില്ലേ, ആ ടേബിളിൽ 1 to 10 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ 10 മൾട്ടിപ്പിൾസ് എഴുതാം. എങ്ങനെയാണ് മൾട്ടിപ്പിൾ എഴുതുന്നത്? ഏത് നമ്പറാണോ ആ നമ്പറിൻ്റെ കൂടെ ഇൻറ്റു 1 ചെയ്യുമ്പോൾ ആ ഒരു മൾട്ടിപ്പിൾ ആവും. ഇൻറ്റു 1, ഇൻറ്റു 2, ഇൻറ്റു 3, ഇൻറ്റു 4, ഇൻറ്റു 5, ഇൻറ്റു 6, ഇൻറ്റു 7, ഇൻറ്റു 8, ഇൻറ്റു 9, ഇൻറ്റു 10. ഇത്രയും ചെയ്യുമ്പോൾ അതിൻ്റെ 10 മൾട്ടിപ്പിൾസ് നമുക്ക് കിട്ടും. കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ റോ അവർ ഫില്ല് ചെയ്തിട്ടുണ്ട് 1 2 3 4 5 6 വരെ. അത് കഴിഞ്ഞിട്ട് ഇൻറ്റു 7 ആണ്. 1 ഇൻറ്റു 8 8, 1 ഇൻറ്റു 9 9, 1 ഇൻറ്റു 10 10. അതുപോലെ സെക്കൻഡ് റോ 2 ആണ്. 2 ഇൻറ്റു 1 എത്രയാണ്? 2 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 4 8 എക്സെട്ര. അങ്ങനെ 20 വരെ എഴുതാം. അതുപോലെ 3യുടെ മൾട്ടിപ്പിൾസ് 3 ഇൻറ്റു 1, 3 ഇൻറ്റു 2, 3 ഇൻറ്റു 3, അങ്ങനെ 4 5 6 7 8 9 10. അറിയാമല്ലോ, അത് ഈസി അല്ലേ? അത് നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ. ഫ്രം ദ ടേബിൾ ഫൈൻഡ് ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ്. ഇനി ഈ ടേബിളിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്താനാണ് അവർ പറഞ്ഞേക്കുന്നത്. വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 1? 1ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10. ആദ്യത്തെ റോയിൽ കിടക്കുന്നതെല്ലാം 1ൻ്റെ മൾട്ടിപ്പിൾ. 10 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് വിച്ച് ഓൾ നമ്പേഴ്സ്. ഇവിടെ 1 to 10 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് 10 ഏതൊക്കെ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നതെന്ന്. അതായത് ഇപ്പം നമ്മൾ 1ൻ്റെ റോ നോക്കാം. 1ൻ്റെ റോയിൽ 1ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ 1 ഇൻറ്റു 10 ചെയ്യുമ്പോൾ 10 വരുന്നുണ്ട്. അപ്പോൾ 10 1ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി 2 നോക്കൂ. 2 നോക്കുമ്പോൾ 2 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 10 വരുന്നുണ്ട്. അപ്പോൾ 2ൻ്റെയും മൾട്ടിപ്പിളാണ് 10. 3ക്കകത്ത് 10 വരുന്നുണ്ടോ? ഇല്ല. 4നകത്തോ? ഇല്ല. 5ൻ്റെ റോ നോക്കിക്കേ. 5 ഇൻറ്റു 2 എന്ന് പറയുന്നതും 10 ആണ്. അപ്പോൾ 5നും 10 മൾട്ടിപ്പിളായിട്ട് വരുന്നുണ്ട്. 6ൻ്റെ റോയിലുണ്ടോ? ഇല്ല. 7യിലും ഇല്ല, 8ലും ഇല്ല, 9ലും ഇല്ല. 10ലുണ്ടോ? ഉണ്ട്. 10 1s are 10 ആണല്ലോ. അപ്പോൾ ഏതൊക്കെ നമ്പറിൻ്റെ 10 മൾട്ടിപ്പിളായിട്ട് വരുന്ന ഏതൊക്കെ നമ്പേഴ്സിനാണ്? 1 2 5 and 10. വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് ബോത്ത് 2 and 3? 2ൻ്റെയും 3ൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിളായിട്ട് വരുന്നത് ഏതൊക്കെ നമ്പേഴ്സാണെന്ന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ രണ്ടാമത്തെ റോയിൽ നോക്കുക. രണ്ടാമത്തെ റോയിലാണ് 2ൻ്റെ മൾട്ടിപ്പിൾസ് കിടക്കുന്നത്. മൂന്നാമത്തെ റോയിൽ 3ൻ്റെ മൾട്ടിപ്പിൾസും കിടക്കുന്നത്. ഞാനീ പറയുമ്പോൾ നിങ്ങൾ ആ എടുത്ത് വെച്ചേക്കുന്ന ആ ബോക്സ് നോക്കണം കേട്ടോ. ബോക്സ് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇനി 2ലും 3ലും കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്രയാണ്? 6 വരുന്നുണ്ട്. അതേ 6 തന്നെ 3 ഇൻറ്റു 2 ചെയ്യുമ്പോഴും വരുന്നുണ്ട്. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും റോയിൽ നോക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാ 2ൻ്റെ റോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. 2ൻ്റെ റോയിൽ ഒരു 6 വരുന്നുണ്ട്. അതേ 6 3യുടെ റോയിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ 2യുടെ റോയിൽ ഒരു 12 വരുന്നുണ്ട്. അതേ 12 3യുടെ റോയിലും വരുന്നുണ്ട്. അതുപോലെ 2ൻ്റെ റോയിൽ ഒരു 18 വരുന്നുണ്ട്. അതേ 18 3യുടെ റോയിലും വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 6 12 and 18. ഈസ് 56 എ മൾട്ടിപ്പിൾ ഓഫ് 7? 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ 56? അതിനെന്ത് ചെയ്യണം? 7ൻ്റെ റോ എടുത്ത് നോക്കുക. 7ൻ്റെ റോയിൽ നോക്കുമ്പോൾ 7 8s are 56 ആണ്. അപ്പോൾ 7ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 56 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. Therefore 56 is a multiple of 7. Which of the numbers are common among the multiples of 5 and 10? 5ൻ്റെയും 10ൻ്റെയും നമ്മൾ നേരത്തെ 2ൻ്റെയും 3യുടെയും ചെയ്തില്ലേ, അതുപോലെ തന്നെ 5ൻ്റെയും 10ൻ്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, 5ൻ്റെ റോയിൽ നോക്കൂ. ഒരു 10 കാണുന്നുണ്ട്. 10ൻ്റെ റോയിലും 10 ഉണ്ട്. ഇനി 5യുടെ റോയിൽ 20 ഉണ്ട്. 10ലും 20 ഉണ്ട്. 5ൻ്റെ റോയിൽ 30 ഉണ്ട്. 10ൻ്റെ റോയിലും 30 ഉണ്ട്. 40 ഉണ്ട്. 50 ഉണ്ട്. ഇത്രയും മൾട്ടിപ്പിൾസ് രണ്ടിനകത്തും കോമൺ ആയിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8? 8ൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ 8ൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ? 8 ഇൻറ്റു 1 ഏതാണ്? 8 തന്നെയാണ്. ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 8 ഇസ് 8. ഈസ് എവറി നമ്പർ ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ്? എല്ലാ നമ്പരും അതിൻ്റെ ലീസ്റ്റ് മൾട്ടിപ്പിൾ ആ നമ്പർ തന്നെയാണോ? അതെ, എല്ലാ നമ്പറിനെയും ആദ്യം 1 കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ ദ ലീസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് എവറി നമ്പർ ഈസ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്.
Write 4 multiples each of the numbers 12, 20, 36 and 45. ഈ 12, 20, 36, 45 ഈ ഓരോ നമ്പറുകളുടെയും 4 മൾട്ടിപ്പിൾസ് ഏതെങ്കിലും 4 മൾട്ടിപ്പിൾസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് 12ൻ്റെ എഴുതാം. 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് 12. 12 ഇൻറ്റു 1 12, 12 ഇൻറ്റു 2 24, 12 ഇൻറ്റു 3 36, 12 ഇൻറ്റു 4 48. അപ്പോൾ അതിൻ്റെ 4 മൾട്ടിപ്പിൾസ് കിട്ടിയല്ലോ. 12ൻ്റെ 4 മൾട്ടിപ്പിൾസ് ആണ് 12, 24, 36 and 48. ഇനി അടുത്തത് 20. 20 ഇൻറ്റു 1 20, 20 ഇൻറ്റു 2 40, 20 ഇൻറ്റു 3 60, 20 ഇൻറ്റു 4 80. അപ്പോൾ 20യുടെ 4 മൾട്ടിപ്പിൾസും കിട്ടിയല്ലോ. ഇനി 36ൻ്റെ 36 into 1 36, 36 into 2 72, 36 into 3 108, 36 into 4 144. അപ്പോൾ ഇതൊക്കെയാണ് 36ൻ്റെ മൾട്ടിപ്പിൾസ്. ഇനി 45. 45 into 1 45, 45 into 2 90, 45 into 3 135, 45 into 4 180. ഇതൊക്കെയാണ് 45ൻ്റെ മൾട്ടിപ്പിൾസ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതുപോലെ 1 into 1 into 2 into 3 കറക്റ്റ് അങ്ങനെ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 45 into 3 ചെയ്യാം, 45 into 5 ചെയ്യാം, 45 into 7 ചെയ്യാം. ഏതായാലും അതിൻ്റെ അതേ നമ്പറിനെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതിങ്ങനെ സീരീസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ്. ഫസ്റ്റ് 4 മൾട്ടിപ്പിൾസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് തന്നെ ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സംഖ്യ വെച്ച് നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആൻസി ആൻഡ് അന്ന ആർ പ്ലേസിംഗ് ഹേർഡിൽസ് ഇൻ ദ ട്രാക്ക് ഫോർ ദ സ്കൂൾ സ്പോർട്സ് മീറ്റ്. ആൻസി അന്നയും കൂടെ സ്കൂൾ സ്പോർട്സ് മീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹേർഡിൽസ് വെച്ചിട്ട്, നിങ്ങൾ കളി കണ്ടിട്ടില്ല, ഇങ്ങനെ ചാടി ചാടി ഓടുന്ന ആളുകളിൻ്റെ ഇടയിൽ കൂടെ ചാടി ചാടി ഓടുന്നത്, അതാണ് ഹേർഡിൽസ്. ഹേർഡിൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രാക്കിൽ ഹേർഡിൽ വെക്കുകയാണ് ആൻസി അന്നയും കൂടെ. ഹേർഡിൽസ് ആർ പ്ലേസ്ഡ് 11 meters അപ്പാർട്ട് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ ആദ്യം ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 11 meter കഴിഞ്ഞിട്ടാണ് അടുത്ത ഹേർഡിൽ വെക്കുന്നത്. റൈറ്റ് ഇൻ ഓർഡർ ദ ഡിസ്റ്റൻസ് ടു ഈച്ച് ഹേർഡിൽ ഫ്രം ദ സ്റ്റാർട്ടിംഗ് ലൈൻ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓരോ ഹേർഡിലും തമ്മിൽ 11 meters വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോന്നും ആദ്യം മുതൽ അവസാനം വരെ എത്ര ഹേർഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നീളം എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾസ് തന്നെ ചെയ്താൽ മതി. 11 ആദ്യത്തെ ഹേർഡിൽ നിന്ന് രണ്ടാമത്തേത് വരെയുള്ളത് 11 meter. അടുത്തതോ 11 into 2 എത്രയാണ്? 22. അടുത്ത 11 into 3 33, 11 into 4 44, 11 into 5 55. അങ്ങനെ എത്ര ഹേർഡിൽസ് ഉണ്ടോ അത്രയും വരെ നീളം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കണം. മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 1 2 3 4 ഏതെങ്കിലും നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.